ഹലോ, എല്ലാവർക്കും സ്വാദ് ഓഫ് കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചീര മുട്ട തോരനാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ചോറ്, ചപ്പാത്തി ഇതിൻ്റെ എല്ലാം കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളൊരു തോരനാണ്. റെസിപ്പി നോക്കാം. ഒരു ചീനച്ചട്ടി ചൂടാക്കി അതിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ 1/4 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 1/4 ടീസ്പൂൺ ജീരകം ചെറുതായി ചതച്ചത് ചേർക്കാം. 2 പച്ചമുളക്, 1 തണ്ട് കറിവേപ്പില, ഇനി അതിലേക്ക് ഒരു 8-10 ചെറിയുള്ളി അരിഞ്ഞതും ചേർക്കാം. അഞ്ച് അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് നല്ലപോലെ മൂപ്പിക്കുക. ചെറിയുള്ളി ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 3 പച്ചമുളകും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് ചീരയുടെ തണ്ടാണ് ആദ്യം ചേർക്കുന്നത്. 250 ഗ്രാം ചീരയിൽ നിന്നെടുത്ത തണ്ടാണിത്. ചീരത്തണ്ട് വേവാൻ കൂടുതൽ സമയമെടുക്കും, അതുകൊണ്ട് തന്നെ തണ്ട് ആദ്യം വേവിക്കണം. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഉപ്പ് കുറേശ്ശെ മാത്രമേ ചേർക്കാവൂ. കാരണം ചീര അരിഞ്ഞു കഴിയുമ്പോൾ ഒരുപാടുള്ളതായി തോന്നും, പക്ഷെ അത് വെന്ത് കഴിയുമ്പോൾ ക്വാണ്ടിറ്റി നല്ലപോലെ കുറയും. അപ്പോൾ ആദ്യമേ ചീരയുടെ അളവ് കണ്ട് ഒരുപാട് ഉപ്പ് ചേർത്താൽ അത് കൂടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യം കുറച്ച് മാത്രം ചേർക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം. ചീരത്തണ്ട് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് ചീരയുടെ ഇല അരിഞ്ഞതും ചേർക്കാം. ഇതും ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം. വെന്ത് കഴിയുമ്പോൾ ഇലയൊക്കെ നല്ലപോലെ ചുരുങ്ങി വന്നിട്ടുണ്ടാകും. ഇനി ആ ചീരയൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. വലിയ ചീനിച്ചട്ടി ആണെങ്കിൽ ഇത് ചീനിച്ചട്ടിയിൽ തന്നെ ഒതുക്കി വെച്ചാലും മതി. ഇനി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. അതിലേക്ക് 3 മുട്ട നല്ലപോലെ ബീറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കാം. കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് ചതച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഈ മുട്ട നല്ലപോലെ ചിക്കിയെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വേവിച്ചാൽ മതി. മുട്ട സെപ്പറേറ്റ് ആയി ചിക്കിയെടുക്കുമ്പോഴാണ് തോരനിൽ മുട്ടയും ചീരയും വേർതിരിഞ്ഞ് കിടക്കുള്ളൂ. ചീരയുടെ കൂടെ തന്നെ മുട്ട ഒഴിച്ച് ചിക്കുവാണെങ്കിൽ ഇലയിലൊക്കെ പറ്റിപ്പിടിച്ച് കുഴഞ്ഞ പോലെ ഇരിക്കും. ഞാൻ അങ്ങനെ ചെയ്തെന്ന് കരുതി കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഈ കഴിക്കുമ്പോൾ ഒരു മുട്ട കടിക്കാൻ കിട്ടുന്നതൊക്കെ ഒരു രസമാണ്. പിന്നെ കാഴ്ചയ്ക്ക് ഒരു ഭംഗി ഉണ്ടാവും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ. മുട്ട നല്ലപോലെ വെന്ത് ചിക്കി എടുത്ത് കഴിയുമ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചീര കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. അവസാനമായിട്ട് അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഈ സമയം ഉപ്പ് പാകമാണോ നോക്കി ആവശ്യമെങ്കിൽ കൂടുതൽ ഉപ്പ് ചേർക്കാം. ചീര മുട്ടത്തോരൻ റെഡിയായി. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ സെർവ് ചെയ്യാം. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണുവാനായി സ്വാദ് ഓഫ് കേരള എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുവാണെങ്കിൽ
പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും ചെയ്യും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.